സാധാരണ ആത്മീയതയിൽ ദൈവത്തെ അറിയും ഗ്രന്ഥഭാഗങ്ങൾ വായിച്ച് ഓരോ മതവിഭാഗം ആ ഗ്രന്ഥത്തിൽ പറയുന്നത് വായിച്ച് മനസ്സിലാക്കി വിശ്വസിക്കുകയാണ്. പക്ഷെ അത് അനുഭവമല്ല, കാണുന്നില്ല, അറിയുന്നില്ല, അനുഭവമില്ല. ഏതോ അന്ധമായ വിശ്വാസത്തിലാണ്. നമ്മളതല്ലല്ലോ. നിങ്ങൾ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പേ ഉള്ള ആ പ്രപഞ്ച ഉത്ഭവത്തിലേക്ക് കൊണ്ടുപോയി ആ ജ്യോതിയാക്കി, ആ പ്രകാശമാക്കി. ഞാനതായിരുന്നല്ലോ. എന്നെ അള്ളാഹു ഈശ്വരൻ ആ പ്രപഞ്ച സൃഷ്ടിപ്പിന് മുന്നേയുള്ള അദൃശ്യതയിൽ കൊണ്ടുപോയി ആ അദൃശ്യതയിൽ നിന്ന് ഈ പ്രപഞ്ചനാഥൻ്റെ വിശേഷ ഗുണങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു വിത്ത് എന്ന പോലെ ആ പ്രകാശമാക്കി നൂറുള്ളയാക്കി ആ ജ്യോതിയാക്കി തീർത്തു. പിന്നെ ജ്യോതിയാണ്, ആ നൂറാണ്, പ്രകാശമാണ്. അതുകൊണ്ടല്ല ഞാൻ ആ പ്രകാശത്തെ കാണിക്കുന്നത്. പ്രകാശമാണ് ഞാൻ എന്ന് പറഞ്ഞു. അതാണ് റസൂലിയും പറഞ്ഞ അനമിന്നൂരില്ലാഹി. പ്രകാശം ഇറങ്ങി വന്നതാണെന്ന്. പ്രകാശമായിരുന്നു ഞാൻ. അത് ഇറങ്ങി വന്നതാണ്. അത് ഇറങ്ങി വന്നതാണ് ഞാൻ. അത് ബീജമായി വന്ന് തൻ്റെ ആ പ്രകാശം എന്നിട്ട് പ്രസരിച്ച് അതിൽ ചെന്ന് ആ പ്രകാശം ജ്യോതി പ്രസരിച്ച് വികസിച്ച് പ്രകാശം തീ, ചൂട്, വായു, വെള്ളം എല്ലാ വാതകങ്ങളായി വ്യാപിച്ചുകൊണ്ട് അർദ്ധനരീശ്വരനായ ശിവനും, ഉപനിഷത്ത് പറഞ്ഞ നരീശ്വരനായ ശിവനും അറബിൽ ആശ്രയതോ അല്ല ഇലാഹയുമായി ദൈവം, അദൃശ്യനായ ദൈവം രൂപം കൊണ്ട് തൻ്റെ ആ പ്രകാശത്തിലൂടെ അല്ല ബീജത്തിലൂടെ രൂപം കൊണ്ട ദൈവസ്വരൂപത്തെ ആണ് ഇലാഹ എന്നും പറഞ്ഞത്. മുസ്ലിമുകൾ നമ്മളെ ഭാരത ദർശനത്തിൽ അർദ്ധനരീശ്വരനായ ശിവനെന്നും പറഞ്ഞത്. ആ ശിവനും ഇലാഹുമായ ആ ദൈവസ്വരൂപത്തിൻ്റെ ഉള്ളിലെ വിത്തിട്ട മുളക്കുന്ന ഗർഭമാണ് ഭൂമി. അതാ അർദ്ധനാരി. ആ ഭൂമിയിലേക്ക് എൻ്റെ ആ ജ്യോതി, ആ പ്രകാശം തന്നെ ബീജമായി ഇറങ്ങി വരികയും ആ പ്രകാശം ഇലാഹും ശിവനുമായി രൂപപ്പെട്ട പോലെ തന്നെ തൻ്റെ ഗർഭത്തിൽ വന്നുകൊണ്ട് തൻ്റെ ചെറു രൂപത്തിൽ ദൃശ്യമാവുകയും ചെയ്ത ആ ശിവൻ പുനർജനിച്ചുള്ള ശിവ അവതാരം എന്ന് പറഞ്ഞത് ഭൂമിയിൽ ദൃശ്യമായ നിങ്ങൾ മനുഷ്യനെന്ന് പറയുന്നതാണ്. ഇവനാണ്, ഞാനാണ്, നിങ്ങളാണ്. അതാണ് അവതാരപുത്രൻ. അതാണ് യേശു പറയുന്ന ദൈവപുത്രൻ എന്ന്. ഒരു ഇസ്ലാമിൽ അങ്ങനെ അവതാരം ഇല്ലാന്ന്. ഖുർആൻ പറയണത് ആ പ്രകാശ നക്ഷത്രം ഇറങ്ങി വന്നതാണ് നിങ്ങളുടെ ആത്മീയ. സൂറത്ത് നജിമില് നജിം എന്ന് പറഞ്ഞ പ്രകാശം, നക്ഷത്രം എന്നവര് പറഞ്ഞു. ഇവര് പറഞ്ഞ നക്ഷത്രം ഏതോ രാത്രി കാണുന്ന നക്ഷത്രമെന്ന ധാരണ. ഖുർആൻ പറഞ്ഞ നക്ഷത്രം ഈ പ്രകാശം സൂര്യനെയാണ് ഷംസിനെയാണ് പറയുന്നത്. അതാണ് അശ്വഹദ് വശംസു എന്നൊക്കെ പറയുന്നത്. ഇവർ അജ്ഞരല്ലേ, ഇവർക്ക് അറിയില്ലല്ലേ ഏതാണ് ഈ നജിമ പ്രകാശം എന്ന് കേൾക്കുമ്പോൾ നക്ഷത്രം എന്ന് വ്യാഖ്യാനിച്ച് രാത്രികൾക്കാണ് പോകുന്നത്. മുമ്പ് പകൽ നക്ഷത്രമല്ല. അപ്പോൾ യാഥാർത്ഥ്യത്തെ കാണാത്തത് കൊണ്ട് പറ്റുന്ന അബദ്ധമാണ്. അപ്പോൾ മുസ്ലിമുകളെ ഞാൻ രാത്രിയിൽ നിന്ന് പകലിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ അന്ധകാരത്തിൽ, അജ്ഞതയിൽ, കൂരിരുട്ടിൽപ്പെട്ടു പോകല്ല. നിങ്ങൾ പ്രഭാതത്തിൽ പോവുക. അതാണ് കുൽ ഹുവല്ലാഹു അഹദ്. നിങ്ങൾക്കറിയാം, അതാണ് കുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, സുപ്രഭാതം, പുലരിയുടെ രക്ഷിതാവ്. ആ പുലരിയിലേക്ക് വാ. നിങ്ങൾ രാത്രിയിൽ നിന്ന് ഇങ്ങോട്ട് വാ. ഞാൻ എല്ലാവരെയും പ്രകാശത്തിലേക്കും പകലിലേക്കും പ്രഭാതത്തിലേക്കും കൊണ്ടുവരികയാണ്. എന്നിട്ട് ആ പ്രകാശമാണ് തൻ്റെ സ്വരൂപത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ബീജമായി വന്നുകൊണ്ട് ആ ഇലാഹും ശിവനും പുനർജനിച്ചുള്ള ശിവാവതാരവും ഇലാഹ് എന്ന് പറഞ്ഞ ഇല്ലല്ലയുമാണ് ഭൂമിയിൽ ആദിമ മനുഷ്യനും തുടർന്ന് ബീജാന്തരങ്ങളുടെ വ്യാപിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും. അതാണ് ഉപനിഷത്ത് പറഞ്ഞത്. ഏകം സത്വ ബഹുദാവതി. ആ ഒന്നാണ് ഈ സകലമാനും ശിവനും ഇലാഹുമായി ദൃശ്യമായിരിക്കുന്നത്. അതിനെയാണ് വസുദൈവക കുടുംബകം എന്ന് പറയുന്നത്.
ഭൂമിയുള്ളവർ. അപ്പം ഈ ഭൂമി എന്ന നാരിയാം ഗർഭത്തിലിരിക്കുന്ന എല്ലാവരും ആ ഗർഭത്തിലെ ആ ഒരു കുടുംബമല്ലേ. അതാണ് ആദം സന്തതികളെ എന്ന് വിളിച്ചത്. കുറെ ആദം സന്തതികളെ എന്ന് വിളിക്കുന്നു. വസുദൈവ കുടുംബകം എന്ന് പറയുന്നു. എല്ലാവരും ഒരു കുടുംബമാണ്. പിന്നെ എങ്ങനെ നിങ്ങൾ വേറെയാക്ക മനുഷ്യർ? ജാതി, മത, വിഭാഗം, പ്രദേശം, ദേശ വിഭാഗങ്ങളാക്കി കൊണ്ടുപോകാൻ ഉപനിഷത്തും ഗീതയിൽ വിശ്വസിക്കുന്ന, അതിനെ ചേർത്ത് പിടിക്കുന്ന ഭാരതീയർക്ക് കഴിയില്ല. അപ്പോൾ നമ്മൾ പല മതങ്ങളും, മുസ്ലിമുകളും ക്രിസ്ത്യാനികളും മറ്റു മതങ്ങളും തീവ്രവാദത്തിലേക്ക് പോയ പോലെ ഭാരതീയ ആർഷഭാരത സംസ്കാരം ആ തീവ്രവാദത്തിലേക്ക് പോകരുത്. ദർശനം തെറ്റിപ്പോണ്ടല്ലേ? ആ ദർശനം വഴിമാറി പോകരുത്. നമ്മൾ ആ ഗീതയും ഉപനിഷത്തും കാണിക്കുന്ന, പഠിപ്പിക്കുന്ന ആ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ ലോകത്തെ വ്യാപിച്ചെടുക്കണം. ഭൂമിയിലെ, ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലെയും ആ അർദ്ധനാരീശ്വരനായ അർദ്ധനാരി എന്ന് പറഞ്ഞത്, അതാ പാതി നാരിയും ആ പ്രകാശം പിടിച്ചനുമായി അർദ്ധനാരീശ്വരനായ ശിവൻ. ഈ ശിവൻ പ്രപഞ്ചത്തെയാണ് കാണിക്കുന്നത്, അല്ല നമ്മളെ ഒരു പ്രദേശത്തെയല്ല കാണിക്കുന്നത്. ഈ ഭൂമിയെ വെട്ടിമുറിച്ച് നമ്മൾ പലതാക്കുമ്പം അർദ്ധനാരീശ്വരനായ ശിവൻ എന്ന യാഥാർത്ഥ്യത്തെ നിങ്ങൾ വികലമാക്കി കളിയാണ്. അപ്പോൾ ആ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വരും. അർദ്ധനാരീശ്വരനായ ശിവനും അറബിയിൽ പറഞ്ഞ ഇലാഹും ഒന്ന് തന്നെയാണ്. അത് രണ്ടല്ല, രണ്ട് ജാതി, രണ്ട് മതവുമല്ല. ഈ പ്രപഞ്ചത്തെയാണ് കാണിക്കുന്നത്, പ്രപഞ്ചമാണത്. എന്നിട്ട് ആ പ്രകാശം തൻ്റെ സ്വരൂപമായ ഭൂമിയിലേക്ക് ബീജമായി വന്നുകൊണ്ട് പുനർജനിച്ചുള്ള ആ ശിവനും ഇലാഹും പുനർജനിച്ചുള്ള ശിവ അവതാരവും ആ ഇലാഹിന് പറഞ്ഞ് ഇല്ലല്ലാവും നാമാണ്, മനുഷ്യനല്ല നാം. ആ ശിവ അവതാരവും ശിവനും ഇലാഹും തന്നെയാണ്. ഇത് മനസ്സിലാക്കുക. ഇതിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് ദൈവികമാക്കി തീർക്കുകയാണ് നിങ്ങൾ. അല്ല നിങ്ങളെ സങ്കല്പത്തിലേക്കോ ഊഹത്തിലേക്കോ, നിങ്ങൾ ഊഹത്തിൽ നിന്ന്, സങ്കല്പത്തിൽ നിന്ന് മെനഞ്ഞെടുക്കുന്ന ദൈവത്തിലേക്കോ അല്ല കൊണ്ടുപോകുന്നത്. റിയലായ യാഥാർത്ഥ്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇതായിത്തീരുക, ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക, അറിഞ്ഞ് ഉയരുക, പ്രഭാതത്തിലേക്ക് വരിക അന്ധകാരത്തിൽ നിന്നും.